മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം പറയുന്നു. അതായത് അദ്ദേഹത്തിന് ലീഗൽ അഡ്വൈസിങ് ഞാനാണ് ചെയ്യുന്നത്. റിയാസിന് ഞാൻ ഒറ്റ ഫോൺ കോൾ വിളിച്ചാൽ പുള്ളി നമുക്ക് അപ്പോയിൻമെന്റ് തരും. അത്രയും ബന്ധമാണെന്ന് പറയുന്നത്. എന്നോട് പറയുന്നതാണ്, ഒരു CBI വിചാരിച്ചിട്ട് പോലും ബിജു രാധാകൃഷ്ണൻ എന്തും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നീ എന്താ പറയുന്നത്? ഒരു മന്ത്രിസഭ മുഴുവൻ താഴെയിട്ട ആളുകളാണ് ഞങ്ങൾ. അതായത് അതൊരു വലിയ ക്രെഡിറ്റോട് കൂടി. അപ്പൊ തന്നെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇതിന്റെ പുറകെ വലിയൊരു, അതായത് UDF സർക്കാർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറകെ വലിയൊരു ടീം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അപ്പൊ തന്നെ പുള്ളിയുടെ സംസാരം. നമസ്കാരം, റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് കൂടെയുള്ളത് ഒരു പ്രധാന വ്യക്തിയാണ്. ഉമ്മൻചാണ്ടി ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തെ വല്ലാതെ ഇകഴ്ത്താനും ഉമ്മൻചാണ്ടി സർക്കാർ തന്നെ താഴെ പോകാനും കാരണമായിട്ടുള്ളത് സോളാർ കേസാണ്. സോളാർ കേസിലെ സരിതയും ബിജു രാധാകൃഷ്ണനും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളുമാണ്. എന്നാൽ ഇപ്പോൾ ഒരു CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബിജു രാധാകൃഷ്ണന്റെ പേര് വീണ്ടും ഉയർന്നു കേട്ടിരിക്കുന്നു. ആ CSR ഫണ്ട് തട്ടിപ്പിന്റെ പുറത്തെ ഒരുപാട് രഹസ്യങ്ങൾ, രാഷ്ട്രീയ പ്രമുഖരുടെ അതിലെ പങ്ക്, ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്, ഇതൊക്കെ തുറന്നു പറയുകയാണ് ഇവിടെ. ഈ കേസുമായി ബന്ധപ്പെട്ട ബിജു രാധാകൃഷ്ണനെതിരെയുള്ള പരാതിക്കാരനും അതുപോലെ തന്നെ ബിസിനസ്മാനുമായിട്ടുള്ള ശ്രീ റിൻഷാദാണ് ഇന്ന് കൂടെയുള്ളത്. സ്വാഗതം. റിൻഷാദിന്റെ പല ബൈറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ വളരെ കൃത്യമായി ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പ് പറയുന്നുണ്ട്. ഇപ്പോ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ വലിയ പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വന്നത്, ഏത് സോളാർ കേസുമായി ബന്ധപ്പെട്ട്. അന്ന് നമ്മുടെ പ്രതിപക്ഷത്തിൽ നിന്ന പാർട്ടികളൊക്കെ വലിയ സമരത്തിലും കാര്യത്തിലൊക്കെ ആയിരുന്നു. എന്നാൽ ഇന്ന് അതേ ആളുകൾ ഭരിക്കുന്ന സമയത്ത് തന്നെയാണ് ബിജു രാധാകൃഷ്ണൻ ഇത്ര വലിയൊരു തട്ടിപ്പ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിന് ബിജു രാധാകൃഷ്ണൻ ഒറ്റയ്ക്ക് ഇത്ര തട്ടിപ്പ് നടത്താൻ പറ്റുമോ? ഇതിന് ബിജു രാധാകൃഷ്ണൻ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പിൻബലമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ 2022 21 കാലഘട്ടത്തിലാണ് ഞാൻ ബിജു രാധാകൃഷ്ണനല്ല, ബിജു ജോർജ്, അതും സുപ്രീം കോർട്ടിലെ ഹൈക്കോടതിയിലേക്ക് ഉയർന്ന അഭിഭാഷകനായ ബിജു ജോർജ് എന്ന് പരിചയപ്പെട്ടിട്ടാണ് അദ്ദേഹം. എനിക്ക് സലൂൺ ബിസിനസ് ഒക്കെയാണ് എറണാകുളത്ത്. എന്റെ സലൂണിൽ ഒരു ക്ലൈന്റ് ആയിരുന്നു ഈ ബിജു ജോർജ്. അദ്ദേഹം വരുമ്പോൾ ഒരു പ്രീമിയം രീതിയിലാണ് പുള്ളി വരാറ്. ഒരു ഓഡി കാറിലൊക്കെ, ഓഡിയിലും ബെൻസിലും അങ്ങനെ പല പല എന്താ പറയാ വലിയ പോർഷ് രീതിയിലെ വാഹനത്തിലൊക്കെ പുള്ളി വരുന്നു. നല്ല അതേ കാണുമ്പോൾ തന്നെ ഒരു വലിയൊരു കോടീശ്വരനാണ്. അപ്പൊ നമ്മളും സ്വാഭാവികമായിട്ട് ഒരു പ്രീമിയം കസ്റ്റമറെ നമ്മളും ആ രീതിയിൽ തന്നെയാണ് മീറ്റ് ചെയ്യാറുള്ളതും അത് നമ്മൾ കൺസൾട്ടിങ് അങ്ങനെ കൊടുക്കാറുള്ളത് സ്വാഭാവികമായിട്ടും. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം ഇദ്ദേഹം വന്ന കൂട്ടത്തിൽ എന്റെ സ്പായിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തെ ഞാൻ നേരിട്ട് കാണുന്നത്. ഞാൻ നേരിട്ട് കാണുകയും ഇതിന്റെ ഓണറാണോ ചോദിച്ചാൽ അതേ ഓണറാണ് പറയുകയും അങ്ങനെ ഞങ്ങൾ ഒരു സൗഹൃദ ബന്ധം ഉണ്ടാവുകയും എന്റെ ഫോൺ നമ്പറൊക്കെ അദ്ദേഹം വാങ്ങിച്ചു. ഇനി വരുമ്പോൾ ഞാൻ റിൻഷാദിനെ വിളിച്ചിട്ട് വരാം, വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണ്ടല്ലോ, ഓഫീസ് നമ്പറിലേക്ക് വിളിക്കണം. അപ്പൊ ഞാനും തന്നെ ഒരു പ്രീമിയം ക്ലൈന്റ് ആണല്ലോ, ആ രീതിയിൽ തന്നെ ഞാൻ ഈ ബിജു ജോർജിനെ കൺസൾട്ട് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഇരിക്കെ ഒരു സമയത്താണ് ഇദ്ദേഹം എന്നോട് പറയുന്നത്, റിൻഷാദെ നീ ഇങ്ങനെ സലൂണായിട്ടൊക്കെ നടന്നാൽ മതിയോ, നമുക്ക് വലിയൊരു സ്ഥാനത്തെത്തണ്ടേ, ഞാൻ നിന്നെ എത്തിക്കാം. സാർ അതെങ്ങനെ? അവനോട് പറഞ്ഞ പുള്ളി, ഞാൻ ഈ CSR ഫണ്ടൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുടെ ഒക്കെ ഒരു അഡ്വൈസറൊക്കെയാണ്. അത് മാത്രമല്ല സുപ്രീം കോർട്ടിലെ വലിയൊരു അഭിഭാഷകനാണ് ഞാൻ. ഇപ്പം കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട്, വേറെ 1-2 ആവശ്യമായിട്ട് വന്നതാണ്. ഞാൻ കൂടുതലും ഡൽഹിയിൽ തന്നെയാണ് ഉണ്ടാവാറ് എന്നൊക്കെ പറഞ്ഞു പുള്ളി. ആ രീതിയിൽ നമ്മൾ ഒരിക്കലും എന്താ പറയാ കള്ളത്തരാണ് നമുക്ക് മനസ്സിലായില്ല. സ്വയം ബിൽഡപ്പ് ആണ്. വിശ്വസിക്കുന്ന രീതിയിൽ നല്ല കസവുകാര മുണ്ടെടുത്ത് വലിയ ഗ്ലൂട്ടാതി, ഇത് പഴയ ബിജു രാധാകൃഷ്ണനാണെന്ന് ഒരിക്കലും നമുക്ക് തിരിച്ചറിയില്ല. ഗ്ലൂട്ടാതി പോലത്തെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ആളാകെ രൂപത്തിലും ശരീരത്തിലും മറ്റേ സംസാരത്തിലൊക്കെ ഒരു വൈവിധ്യമായിരുന്നു അദ്ദേഹം കൊണ്ട്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ അവനോട് സാർ എങ്ങനെയാ പറയുന്നത്, ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങണം. അല്ല, ഇത് ഈ സോളാർ കേസൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. അതെ, 2021. അതെ, 2019 ഇദ്ദേഹം ഭാര്യ കൊന്ന കേസിലും സോളാർ കേസിലൊക്കെ ജയിൽ മുക്തനായിട്ട് ഇദ്ദേഹം പുറത്തിറങ്ങുന്നത്. 2019 ഇദ്ദേഹം പുറത്തിറങ്ങുന്നത്. 16-15 കാലഘട്ടത്തിലാണ് ഈ കേസ് വളരെ കത്തി നിൽക്കുന്നത്. 2021 ലാസ്റ്റ് സമയത്താണ് ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അങ്ങനെ ബിജു ജോർജ് ആണല്ലോ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇദ്ദേഹം ഞാൻ ചോദിച്ചു, സാർ അപ്പൊ ഇത് എങ്ങനെ? എന്നോട് പറഞ്ഞു പുള്ളി, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, ഒരു സൊസൈറ്റി രൂപീകരിക്കണം. അപ്പൊ ഞാൻ ചെന്നിട്ട് അതുവഴി നമുക്ക് CSR ഫണ്ടൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു 500 ബെഡ് ഉള്ള
വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഞാൻ നിങ്ങൾക്ക് തുടങ്ങിത്തരാം CSRF. അപ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകളെയും ഒക്കെ സഹായിക്കാൻ പറ്റും, ട്രസ്റ്റ് വഴി നിങ്ങൾക്ക് സഹായിക്കാം. അപ്പൊ അന്ന് എനിക്കൊരു വെറ്റിനറി ക്ലിനിക്കൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പാവപ്പെട്ടവർ സഹായിക്കാം റിൻഷാദെ. അപ്പം അത് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ചെയർമാനൊക്കെ ആയിട്ട് റിൻഷാദ് ഇരിക്കുന്നത് ആലോചിച്ച് നോക്ക്. അത്രയും ഇല്ല, ചെറിയ ചെറിയ ബിസിനസ് ഒക്കെ ആയിട്ട് നടക്കേണ്ട ആവശ്യമില്ല, നീ ഇങ്ങനെ വലിയൊരു ഇതിലേക്ക് പോകാം, നമ്മളെ ജീവിതത്തിൽ അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞ പുള്ളി പല രീതിയിലും എന്നെ അങ്ങ് വിശ്വസിപ്പിച്ചു. അങ്ങനെ ആഴ്ചയിലൊക്കെ ഒരു ദിവസം വിളിക്കുന്ന പുള്ളി എന്നെ ഡെയിലി വിളിക്കും, 2-3 തവണ, എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാനും എൻ്റെ മറ്റു 4 സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് നമ്മളൊരു ട്രസ്റ്റിന് രൂപം നൽകുന്നത്. സാന്ത്വനം ഹെൽത്ത് അനിമൽ വെൽഫെയർ RD ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റിന് രൂപം നൽകുകയും അങ്ങനെയാണ് ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ആ സമയത്താണ് ഇദ്ദേഹം കുറച്ച് ദിവസം കഴിഞ്ഞ് ട്രസ്റ്റ് ഒക്കെ രൂപീകരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി പറയുന്നത്, റിൻഷാദ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് കുറച്ച് പ്രൊജക്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മളങ്ങ് വിശ്വസിപ്പിക്കുക. അതായത് ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നത് ഈ CSR ഫണ്ട് കിട്ടും എന്ന രീതിയിൽ. അതെ, CSR ഫണ്ട് പുള്ളി 1500 കോടി രൂപയാണ് പുള്ളി വാങ്ങിത്തരാന്ന് പറഞ്ഞ. അമൃത ഹോസ്പിറ്റല്, അതുപോലെ തന്നെ ആസ്റ്റർ മെഡിസിറ്റി, ഇതിന്റെയൊക്കെ ഞാൻ CSR ഫണ്ടിങ്ങും ട്രസ്റ്റും ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തൃശ്ശൂരിലെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ, അതിന്റെ ഫാദറൊക്കെ അത്രയും ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനായിട്ടുള്ള ബന്ധങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം പറയുന്നു. അതായത് അദ്ദേഹത്തിന് ലീഗൽ അഡ്വൈസിങ് ഞാനാണ് ചെയ്യുന്നത്. എന്തുണ്ടെങ്കിലും എനിക്ക് നേരിട്ട് പുള്ളിയുടെ ഓഫീസിൽ പോയി ഇരിക്കാനും സംസാരിക്കാനുള്ള അത്രയും പവർ ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രി റിയാസ്, ടൂറിസം മന്ത്രി റിയാസൊക്കെ അത്രയും നിങ്ങൾ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് വെറ്റിനറി ക്ലിനിക് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ എന്തെങ്കിലും ഉദ്ഘാടനമോ അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് വഴി നിങ്ങൾ എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാം, സാന്ത്വന ഹെൽത്ത് അനിമലാണ് നമ്മുടെ ട്രസ്റ്റ്. അപ്പൊ നിങ്ങൾ വാക്സിനേഷൻ ക്യാമ്പയിൻ ഒക്കെ നല്ല രീതിയിൽ ചെയ്യണേ. റിയാസിന് ഞാൻ ഒറ്റ ഫോൺ കോൾ വിളിച്ചാൽ പുള്ളി നമുക്ക് അപ്പോയിന്റ്മെന്റ് തരും. അത്രയും ബന്ധമാണെന്ന് പറയുന്നത്. അപ്പൊ ഇത് ബിജു രാധാകൃഷ്ണൻ ഒരു വെറുതെ വാക്കിൽ പറയായിരുന്നു, അത് എന്തെങ്കിലും തെളിവ് കാണിച്ചോ? അല്ല, പുള്ളി നമുക്ക് ട്രസ്റ്റിന് ഒരു ആംബുലൻസ് വാങ്ങിത്തരാന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പറഞ്ഞു റിൻഷാദ്, നമ്മൾ ട്രസ്റ്റിന് 2 ആംബുലൻസ് വാങ്ങിത്തരാം. ഒരു ആംബുലൻസ് പുള്ളിന്റെ ഫാദർ ആണ് സ്പോൺസർ ചെയ്യുന്നത്. ഒരു ആംബുലൻസ് നമ്മൾ ട്രസ്റ്റ് വഴി നിങ്ങൾക്ക് ഞാൻ ഗവൺമെന്റിന്റെ ആംബുലൻസ് ആണ്, അത് ഗവൺമെന്റ് ചില ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് ഞാൻ റിൻഷാദിന് എന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഞാൻ വാങ്ങിത്തരും എന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ട്രസ്റ്റിന്റെ ആംബുലൻസ് ആണല്ലോ, 1 കോടി രൂപയോളം വരും, അത്രയും ഫെസിലിറ്റീസ് ഉള്ള ആംബുലൻസ് എന്നൊക്കെ പറയുന്നു. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് പൈസ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അങ്ങനെ അപ്പൊ എനിക്ക് അന്ന് ഒപ്പിടാൻ വേണ്ടിയിട്ട് പുള്ളി അന്ന് കളക്ടറേറ്റിൽ ഇപ്പൊ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് പുള്ളി ഗവൺമെന്റ് സീലും ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ലെറ്റർ ഹെഡിലാണ് എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിക്കുന്നത്. അതായത് കേരള സർക്കാരിന്റെ സീലുള്ള ലെറ്റർ ഹെഡിലാണ് എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യല്ലേ, അപ്പൊ CM ആയിട്ട് അത്രയും ബന്ധമാണല്ലോ പുള്ളി എപ്പോഴും. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുള്ള ബന്ധവും റിയാസ് ആയിട്ടുള്ള ബന്ധവും, അങ്ങനെ ഒരുപാട് പ്രമുഖരുടെ പേരുകളൊക്കെ എന്നോട് പല സമയങ്ങളിൽ പറയും. പുള്ളിയുടെ ഓഫീസിന്റെ ട്രസ്റ്റിൽ മറ്റാളുകൾക്ക് അറിയാം, മറ്റേ മെമ്പേഴ്സിനൊക്കെ അറിയാം. പുള്ളി ഇങ്ങനെ റിയാസ് ആയിട്ടുള്ള ബന്ധവും എപ്പോഴും, ഞാനും റിയാസും ഒരുമിച്ച് പഠിച്ചത്, ഇതൊക്കെയാണ് പുള്ളി പറയുന്നത്. ഒരുമിച്ച് പഠിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ അത്രയും ബന്ധമാണ്. റിൻഷാൻ എന്താവശ്യമുണ്ട്, അങ്ങനെ ഞങ്ങള് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇദ്ദേഹത്തിന് CSR ഫണ്ട് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് പുള്ളിക്ക് 27,80,000 28 ലക്ഷം രൂപയോളം ഞാൻ കൊടുക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് ട്രസ്റ്റ് ഉള്ള ആളുകൾ ഒരുമിച്ച് ചേർന്ന് കൊടുത്താണോ? ഇല്ല, ഞങ്ങൾ ട്രസ്റ്റ് തുടങ്ങിയ സമയത്ത് ട്രസ്റ്റിന് ഇനിഷ്യൽ ഫണ്ട് ഇല്ലല്ലോ. അപ്പൊ ഞങ്ങളൊരു ട്രസ്റ്റിലെ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തു. എല്ലാവരും കൂടിയിട്ടുള്ള തീരുമാനം എടുത്തത്, തൽക്കാലം ട്രസ്റ്റിന് വേണ്ടിയിട്ട് ചെയർമാൻ, ഞാനാണ് ചെയർമാൻ, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മളെ ട്രസ്റ്റിൽ രൂപീകരിക്കുക. അല്ലെല്ലാവരും മറ്റവരൊക്കെ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ അവരൊന്ന് കഴിയാൻ 50,000 അങ്ങനെ കുറച്ച് എമൗണ്ട് ഒന്ന് സഹായിച്ചവരുണ്ട്. 40,000, 50,000, 60,000 ഒക്കെ തന്നവരുണ്ട്. ബാക്കി എമൗണ്ടുകളൊക്കെ ഞാനായിരുന്നു ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പോഴും നമ്മളെ മനസ്സിലെന്താണ്, ഇദ്ദേഹത്തിന് ഇത്രയും വലിയ പിടിപാടുള്ള ആളാണ്, പുള്ളി റെഡിയാക്കി തരും, പുള്ളി ഇന്നല്ലെങ്കിൽ നാളെ റെഡിയാക്കുന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതായത് CM ആയിട്ടുള്ള റിയാസ് ആയിട്ടുള്ള അത്രയും ബന്ധം നമ്മളോട് പറയുന്നത്. ഇയാൾ ഓഫീസിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അത്രയും നമ്മളോട് പറയുന്നത്, മറ്റേ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും CMന്റെ ഓഫീസിൽ നിന്ന് ഞാൻ റിൻഷാദിനുള്ള അപ്പോയിന്റ്മെന്റ് ഞാൻ വാങ്ങി തരാം, വേറെ എവിടെയും പോകണ്ട, റിൻഷാദ് നേരിട്ട് ഞാൻ വിളിച്ചു പറയും, അവിടെ എത്തുമ്പോൾ പറഞ്ഞാൽ ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഒരു വിശ്വസനീയമായ, അതായത് നമ്മളിപ്പം എനിക്ക് ആ മന്ത്രിയായിട്ട് ബന്ധമുണ്ട് എന്ന് വെറുതെ ആളുകൾ തള്ളുന്ന പോലെ ആയിരുന്നില്ല. അല്ല, അങ്ങനെയല്ല, അങ്ങനെ നമുക്ക് ആർക്കൊന്നും വിളിച്ചു പറയാം. അതുപോലെയല്ല, അത്രയും വിശ്വസനീയമായ പുള്ളി. ആ സമയത്തൊക്കെ എനിക്ക് പുള്ളി ഫോണിലൊക്കെ അങ്ങനെ മറ്റേ കുറച്ച് കോണ്ടാക്റ്റിലൊക്കെ കാണിച്ചിരുന്നു. ഇപ്പൊ ഞാൻ വിളിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര രീതി. പിന്നെ പുള്ളിയെ കാണാൻ വരുന്നതൊക്കെ മറ്റേ CPM സംബന്ധമായിട്ടുള്ള പല പ്രമുഖരായ ആളുകളൊക്കെയാണ് പുള്ളിയെ കാണാൻ വരിക. CPMന്റെ പല ആളുകളാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് ഉള്ളപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അതായത് ഈ ബിജു രാധാകൃഷ്ണന്റെ കൂടെ പരിചയപ്പെട്ട് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെ ആരൊക്കെ കാണുന്നു, ആരൊക്കെ വരുന്നു എന്നൊക്കെയുള്ള നമുക്ക് മനസ്സിലാവും. അപ്പം
സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ കൂടെ ഏത് രാഷ്ട്രീയക്കാർ വരുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പേര് ഒരുപക്ഷെ പറയാൻ പറ്റിയെന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നു അത്. എങ്കിലും CPM ബന്ധമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കത് കാണുകയുണ്ടായിരുന്നു. അതിലൊരു വലിയ കാര്യം, അന്ന് സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിയായി ബന്ധപ്പെട്ടുള്ള ഈ കത്ത് പുറത്തു വരുന്ന സമയത്ത് ആ വലിയ ഗൂഢാലോചന അതിലുണ്ടായിരുന്നുവെന്നും ഇതിന്റെ പുറകിൽ ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ വലിയ വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ആ കേസിന്റെ പുറകിൽ ബിജു രാധാകൃഷ്ണനെയും സരിതയൊക്കെ ഉപയോഗിച്ചത് അന്നത്തെ CPM ഒരു തിരക്കഥയുടെ പുറത്താണ് എന്നത് വലിയ രീതിയിൽ ആരോപണം വരുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ, അതായത് ബിജു രാധാകൃഷ്ണനും ഈ CPM നേതാക്കന്മാർ ഇത്ര വലിയ തട്ടിപ്പുകാരനായിരുന്ന ഒരു ബിജു രാധാകൃഷ്ണനെ സ്വന്തം ഭാര്യ രശ്മി എന്ന് പറയുന്ന ഭാര്യയെ കൊന്ന ആളുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇത്തരത്തിൽ ഇവർ ഒരു ബന്ധം പുറത്തുന്നുണ്ടു എങ്കിൽ അതിലൊക്കെ നമ്മൾ ഒരുപാട് മാനങ്ങൾ കാണേണ്ടതല്ലേ? തീർച്ചയായും കാണാം, പക്ഷെ കാണേണ്ടതാണ്. അത് മാത്രല്ല, 2024 എന്റെ സുഹൃത്തായ ഏലിയാസ് രാജു എന്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചിരുന്നത്. റിൻഷാദ് ഇതൊന്ന് കണ്ടു നോക്കിയിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴാണ് ഇത് സോളാർ കേസിലെ 1ാം പ്രതിയായ ബിജു രാധാകൃഷ്ണനുള്ള ആ ഞെട്ടിക്കുന്ന വാർത്ത കാണുന്നത്. ഞങ്ങൾ ആകെ ഷോക്കായി പോയി. അപ്പൊ തന്നെ എന്റെ ട്രസ്റ്റിലെ മറ്റാളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നു. അവരൊക്കെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയായി പോയി. ഇത്രയും വലിയ വിവാദത്തിലായ ഒരു സർക്കാർ മുഴുവൻ ഭരണത്തിനിറക്കിയ ഒരാളായിരുന്നു ഇതിന് പുറകെ. ആ ആളാണ് ഞങ്ങളെ കൂടെ 1.5 വർഷത്തോളം ഞങ്ങളെ ഒരു സുഹൃത്തായിട്ടും അഡ്വക്കേറ്റായിട്ടൊക്കെ നടന്നത്. അപ്പോഴാണ് ഇത് ബിജു ജോർജ് അല്ല എന്നും ബിജു രാധാകൃഷ്ണനാണുള്ള ഞെട്ടിക്കുന്ന വാർത്ത അപ്പോഴാണ് ഞങ്ങളത് അറിയുന്നത്. ആ സമയത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ, ഞങ്ങൾക്ക് പല സമയത്ത് ഭാര്യയാണെന്നൊക്കെ പരിചയപ്പെടുത്തുന്നത് അഡ്വക്കേറ്റ് നിഷ കെ പീറ്റർ. ഈ നിഷ എന്ത് ചെയ്യുന്ന നിഷയാണ് എനിക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നത്. ഈ നിഷ ഞാൻ ഫോൺ വിളിക്കാണ്. നിഷയെ ഫോൺ വിളിക്കുന്നു. നിഷയൊക്കെ അന്ന് പറഞ്ഞത് ഞാൻ ഒരുപാട് മറ്റേ ഫാദർ ഫ്രാങ്കിന്റെ കേസും നടിയാക്രമിച്ച കേസിലൊക്കെ ഞാൻ അഭിഭാഷക മാർട്ടിന് വേണ്ടി ഒക്കെ നിന്ന അഭിഭാഷക എന്നൊക്കെ പറഞ്ഞാണ് പുള്ളിക്കാരത്തെ നമ്മൾ പരിചയപ്പെടുന്നത്. ബിജു ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിരുന്നൊക്കെ. ഇയാളെ പിന്നെ ഇത് അറിഞ്ഞതിന് ശേഷം ഇയാൾ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇതിൽ കുറച്ച് കാലതാമസങ്ങൾ എടുത്തു, ഞാൻ ചുരുക്കി പറയാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ നിഷയെ ഫോൺ വിളിക്കാണ്. ഭാര്യ ഫോൺ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, മേഡം ഇത് ബിജു രാധാകൃഷ്ണനാണ്, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പൈസ അങ്ങ് തിരിച്ചു തന്നേക്ക്. അപ്പൊ പുള്ളിക്കാരത്തെ എന്നെ ഭീഷണിപ്പെടുത്താം, ഇത് ബിജു രാധാകൃഷ്ണനാണ്, എന്ത് വേണം, നീ ഞങ്ങളോട് കളിക്കാനും നീ ഇരിക്കുന്നതാണോ, നീ ഭയങ്കര രീതിയിൽ ഭീഷണിയാണ്. എന്നോട് പറയുന്നതാണ്, ഒരു CBI വിചാരിച്ചിട്ട് പോലും ബിജു രാധാകൃഷ്ണൻ എന്തും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നീ എന്താ പറയുന്നത്, ഒരു മന്ത്രിസഭ മുഴുവൻ താഴെയിട്ട ആളുകളാണ് ഞങ്ങൾ. അതായത് അതൊരു വലിയ ക്രെഡിറ്റോട് കൂടി. അപ്പൊ തന്നെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഇതിന്റെ പുറകെ വലിയൊരു, അതായത് UDF സർക്കാർ ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറകെ വലിയൊരു ടീം തന്നെ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അപ്പൊ തന്നെ പുള്ളിയുടെ സംസാരം. അതെ, UDF സർക്കാർ മുഴുവൻ താഴെയിട്ട ആളുകളാണ് ഞങ്ങൾ. നീ എന്ത് ചെയ്യാനടാ, നീ പ്രസ് മീറ്റ് വിളിക്കണോ, നീ വിളിച്ചോ, നീ എന്താ ചെയ്ത, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതായത് ഞാൻ ചോദിക്കുന്നത്, പ്രസ് മീറ്റ് വിളിച്ചാലും മാധ്യമങ്ങളിലൂടെ ഈ വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല, ഇവിടെ സംരക്ഷിക്കാൻ ആരൊക്കെ ഉണ്ട്, ഒരു നടപടി ഉണ്ടാവില്ല എന്നൊരു ഉറപ്പുള്ളത് പോലെയാണ് നിഷ കെ പീറ്റർ. അത് മാത്രമല്ല, 2024 ഞാൻ ഇദ്ദേഹത്തിനെതിരെ ബിജു രാധാകൃഷ്ണന്റെ കമ്മീഷൻ ഓഫിൽ പരാതി കൊടുത്തു. ഞാൻ പരാതി കൊടുത്തു 2ാമത്തെ ദിവസം ഞാൻ ഈ നിഷ ഈ വിവരം അറിഞ്ഞു. എന്നോട് ഫോണിലൂടെ പറയാണ്, നിന്റെ പരാതി എവിടെയാണ് ഇരിക്കുന്നത്, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഫ്രണ്ടിലാണ്, ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് വരെ എന്നോട് പറയാം. നീ കേസായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്, നിന്നെ കൊന്നു കളയുമാട്ടെ, ഭയങ്കര രീതിയിലുള്ള ഭീഷണി. എന്നിട്ട് പറഞ്ഞു, UDF സർക്കാർ ഇരിക്കുന്ന കാലത്ത് ബിജു രാധാകൃഷ്ണനെ പുറത്തിറക്കാൻ ധൈര്യം കാണിച്ച അഡ്വക്കേറ്റാണ് ഞാൻ. നീ എന്താ, അതിന്റെ വോയിസ് ക്ലിപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്, എന്നോട് സംസാരിക്കുന്നതൊക്കെ. അതായത് UDF സർക്കാർ ഇരിക്കുന്ന സമയത്ത് ബിജു രാധാകൃഷ്ണനെ പുറത്തിറക്കാൻ ധൈര്യം കാണിച്ച ആളാണ് ഞാൻ. നീ എന്ത് ചെയ്യാൻ? അപ്പം അവരുടെ പുറകെ വലിയ ഒരു സംവിധാനമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്, അതിലൊരു മാറ്റവും ഇല്ല. അത് ബോധിപ്പിക്കാൻ തന്നെ പുള്ളി തന്നെ പറയുന്നത്, മുഖ്യമന്ത്രിയായിട്ട് അടുത്ത ബന്ധമുണ്ട്, റിയാസായിട്ട് അടുത്ത ബന്ധമുണ്ട്. എന്നോടൊന്നുമില്ല, ഞാൻ ട്രസ്റ്റിൽ മറ്റാളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നത് അത്രയും ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് തീർച്ചയായിട്ടും ഏത് കമ്മീഷണർക്ക് പരാതി കൊടുത്തത്? എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ പരാതി കൊടുക്കും. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തൊരു പരാതി തൊട്ടടുത്ത ദിവസം തന്നെ നിഷ കെ പീറ്ററിനെ പോലെ ഒരാൾ അറിയുന്നു. ആ പരാതി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയുന്നു. പോലീസ് സംവിധാനത്തിലൊക്കെ ഉള്ള ഇത്തരം ഗുണ്ടാ സംഘങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ക്രിമിനലുകളെ ഒക്കെ ഏത് രീതിയിലാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമാണ്. തീർച്ചയായിട്ടും അതല്ലേ എന്റെ പരാതി കൊടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോ തന്നെ ഇത് ഞാൻ പരാതി കൊടുത്ത കാര്യം ഇവരറിയാണ്, എന്റെ എല്ലാ നീക്കങ്ങളും അവരറിയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ, ഒരു സാധാരണക്കാരൻ എന്ത് വിശ്വസിച്ചാണ് ഈ പോലീസ് പരാതി കൊടുക്കുക? അതാണ്. അതിനുശേഷമാണ് പോലീസുകാരെ എന്നോട് ചോദിക്കുന്നത്, നീ എന്ത് ഇത്ര നാൾ പരാതി പറയാഞ്ഞേ? പേടിച്ചിട്ട പരാതി പറയാഞ്ഞേ. കാരണം വെച്ചാൽ UDF സർക്കാർ മുഴുവൻ കള്ളക്കേസ് കൂടി താഴെ ഇറക്കുന്നു,
വലിയൊരു ഭരണ സംവിധാനം ഇവരെ കൂടെ നിൽക്കുന്നു. അതായത് ഈ UDF സർക്കാരിനെതിരായിക്കൊണ്ട് ഇത്തരം ഒരു കേസ് ഉണ്ടാക്കിയത് തന്നെ ഞങ്ങൾ ഒരു വലിയ ക്രെഡിറ്റ് ആണ് എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവർ ഈ സോളാർ കേസ് വിറ്റ് പൈസയാക്കിയ ആൾക്കാരാണ് ഇവർ രണ്ടുപേരും. അഡ്വക്കേറ്റ് നിഷയാണെങ്കിലും ഈ ബിജു രാധാകൃഷ്ണൻ ആണെങ്കിലും ഈ UDF സർക്കാർ ഇറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വിറ്റ് ക്യാഷാക്കിയ ആൾക്കാരാണ് ഇവര്. കാര്യം ഇവര് പൈസക്ക്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാത്രമല്ല, ഇവര് പൈസക്ക് വേണ്ടി എന്തും ചെയ്യും. അതിനുവെച്ചാൽ ഓരോ ആള് ഇവരെ കാണാൻ വേണ്ടി വരുന്ന പുരോഹിതന്മാര്, പള്ളിയിൽ അച്ഛന്മാരൊക്കെ ഇയാളെ കാണാൻ വേണ്ടി കോടികളും കൊണ്ടാണ് വരുന്നത്. ഈ ഏലിയാസ് രാജു 1.5 കോടി രൂപയോളാണ് കൊടുത്തിരിക്കുന്നത് CSR ഫണ്ടിന് വേണ്ടിയിട്ട്. ഇദ്ദേഹം അവർക്ക് മറ്റേ അതും അവനോട് പറഞ്ഞ അതും നീതി ആയോഗില് മറ്റേ അതിന്റെ മറ്റേ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഇദ്ദേഹം. ഗവൺമെന്റ് കൊടുക്കുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത്. എന്നോട് പറഞ്ഞു മാത്രമല്ല, ഈ ഏലിയാസിനോട് പറഞ്ഞ എന്താ, ഈ തീരദേശ മേഖലകളിൽ ഗവൺമെന്റ് കൊടുക്കുന്ന 200 വീടിന്റെ കൺസ്ട്രക്ഷൻ പുള്ളിയുടെ ബന്ധം ഉപയോഗിച്ച് ഏലിയാസിന് വാങ്ങിത്തരാൻ പറ്റും. 45 കോടി രൂപ ആദ്യത്തെ ഘട്ടമായിട്ട് വാങ്ങിത്തരും. 100 കോടിയോളാണ് ഏലിയാസിന് ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ഏലിയാസിന് ഇദ്ദേഹം പല പേപ്പറുകളും അതായത് ഗവൺമെന്റ് ഇത് കൊടുക്കുന്നുള്ള ഉറപ്പുള്ള പല പേപ്പറുകളും ഇദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഏലിയാസ് 1.5 കോടി രൂപയോളം കൊടുക്കുന്നത്. അതൊക്കെ എന്റെ കേസ് മാത്രമല്ലല്ലോ, ഏലിയാസിനോടും പറയുന്നതാണ്. മറ്റേ ഗവൺമെന്റ് കൊടുക്കുന്ന തീരദേശ മേഖലകളിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന 200 വീടിന്റെ കൺസ്ട്രക്ഷൻ പുള്ളിയുടെ ബന്ധം ഉപയോഗിച്ച് ഏലിയാസിന് വാങ്ങി തരുന്നു. ആ 100 കോടി രൂപയോളാണ്. 45 കോടി രൂപ ഞാൻ 1.5 മാസം കൊണ്ട് വാങ്ങിത്തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാം, ബാക്കി ഫണ്ട് ഞാൻ അടുത്ത ഘട്ടമായിട്ട് വാങ്ങിത്തരുന്നതുകൊണ്ട് ഏലിയാസിന്റെ കയ്യിൽ നിന്ന് പല ഉദ്യോഗസ്ഥന്മാർക്കും കുറച്ച് പൈസ കൊടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ ഏലിയാസിന്റെ കയ്യിൽ നിന്ന് 1.5 കോടി രൂപയോളം ഇദ്ദേഹം വാങ്ങിയെടുക്കുന്നത്. അതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ബന്ധം കൊണ്ട് മാത്രമാണല്ലോ. അതൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്.